الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وما هذه الحياة الدنيا إلا لهو ولعب وإن الدار الآخرة لهي الحيوان لو كانوا يعلمون. ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. രണ്ട് തരം പ്രതിസന്ധികളാണ് മനുഷ്യന്മാർക്ക് സാധാരണ ഉണ്ടാവാറുള്ളത്. അതിലൊന്ന് ആഖിറത്തിൽ വരാനിരിക്കുന്ന പ്രതിസന്ധിയാണ്, നമ്മുടെ മരണശേഷം പരലോകത്ത് വരാനിരിക്കുന്ന പ്രതിസന്ധിയാണ്. മറ്റൊന്ന് നമ്മളിപ്പോൾ ദുനിയാവിൽ പലരും പല അളവിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പല രീതിയിലുള്ള പ്രതിസന്ധികളാണ്. ഇതില് ദുനിയാവിലെ പ്രതിസന്ധിയാണ് പലപ്പോഴും നമ്മെ വല്ലാതെ വരിഞ്ഞു കൊടുക്കുകയും അസ്വസ്ഥപ്പെടുത്തുകയും പ്രയാസപ്പെടുത്തുകയും ഒക്കെ ചെയ്യാറുള്ളത്. ഒരുപക്ഷെ ഈ ജുമുഅക്ക് ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് പോലും ഈ ഖുത്ബയിൽ പൂർണ്ണമായി ശ്രദ്ധിക്കാൻ കഴിയാത്ത വിധം നമ്മുടെ ഭൗതികമായ പ്രശ്നങ്ങൾ ഒരുപക്ഷെ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. എന്നാൽ ഏതുവരെ എന്ന് ചോദിച്ചാൽ പരലോക വിശ്വാസം പോലും ദുനിയാവിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഹലാലും ഹറാമും ഒന്നും നോക്കിയാലൊന്നും ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്ന, വളരെ നിസ്സാരമായി പറഞ്ഞു പോകുന്ന ആളുകളെ വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലർ പറയും ജീവിച്ചു കഴിഞ്ഞിട്ടല്ലേ മരണം, മരണം കഴിഞ്ഞിട്ടല്ലേ പരലോകം, ആദ്യം ഇവിടുത്തെ കാര്യം നോക്കുന്നിട്ട് നോക്കാം പരലോകത്തെ കാര്യം എന്നൊക്കെ പറഞ്ഞ് ഈ ദുനിയാവിലത്തെ പ്രശ്നത്തിൽ തന്നെ കുരുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും മനുഷ്യന്മാരിൽ ഉണ്ടാവാറുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് അവന്റെ പരലോകം തന്നെ ആയിരിക്കണം, ദുനിയാവല്ല. നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പരലോകത്തെ പ്രശ്നമായിരിക്കണം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ഗ്യാരണ്ടി ഇല്ല. ഇവിടെ ഏത് സമയത്തും നമ്മൾ പോകാം. ഇന്നിപ്പോ ഈ ജുമുഅ കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് പുറത്ത് എത്ര ആൾ ഇറങ്ങുന്നു പറയാനൊന്നും കഴിയില്ല, അത്ര നിസ്സാരന്മാരാണ് നമ്മൾ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരും കുടുംബങ്ങളും നമ്മൾ ആർക്കൊക്കെ വേണ്ടി അധ്വാനിച്ചുവോ അവരൊക്കെ നമ്മുടെ ഖബർ വരെ മാത്രമേ വരുള്ളൂ. അവിടെ തസ്ബീത്ത് ചൊല്ലുന്ന സമയം വരെ അവരുണ്ടാവും, പിന്നെ എല്ലാവരും തിരിച്ചു പോകും. പിന്നെ നമ്മളും നമ്മുടെ ആ ഒരു ഖബർ ബർസഖിയായ ജീവിതവും നമ്മൾ ഈ ദുനിയാവിൽ അവിടേക്ക് വേണ്ടി എന്താണോ ചെയ്തത് അത് മാത്രമേ ഉണ്ടാവൂ. അങ്ങനെ ഒറ്റപ്പെടുന്ന ഒരു സമയം അധികം വിദൂരമൊന്നുമല്ല, അത് വളരെ പെട്ടെന്ന് സംഭവിക്കാം. വാട്സപ്പിലൂടെയൊക്കെ എത്രയെത്ര മരണവാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കൊരു തോന്നലാണെന്ത്, ഞാനെന്നും മറ്റുള്ളവരുടെ മരണവാർത്ത അറിയാനും അറിയിക്കാനും അതിനിടയിൽ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന സ്റ്റിക്കർ ഇടാനും ഞാനുണ്ടാവും. എൻ്റെ വാർത്ത, എൻ്റെ മരണവാർത്ത അങ്ങനെ വരും എന്ന് മനസ്സിൽ ആലോചിക്കാൻ പോലും പലർക്കും സാധിക്കാറില്ല. അത്രമേൽ സേഫായി കൊണ്ടാണ് മരണകാര്യത്തിൽ പലരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, വളരെ പെട്ടെന്ന് നമ്മൾ അതിലേക്ക് എടുത്ത് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ടെൻഷൻ ആകേണ്ടത് ദുനിയാവിലെ കാര്യങ്ങളല്ല, പരലോകത്തെ വിഷയങ്ങളാണ്. യൗമ തുബ്ല സറായിർ, രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസമാണത്. ദുനിയാവിൽ പലതും നമുക്ക് മൂടി വെച്ച് മുന്നോട്ട് പോകാൻ ഒരു പക്ഷേ കഴിഞ്ഞേക്കാം. പക്ഷെ ആ മൂടി വെച്ച എല്ലാ മൂടുപടങ്ങളും തുറന്നു വെക്കപ്പെടുന്ന ദിവസത്തിന്റെ പേരാണ് പരലോകം. യൗമഇദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ, അന്നേ ദിവസം നിങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ് എന്നാണ്. അതിനർത്ഥം എന്താ വെച്ചാൽ, നമ്മൾ അന്ന് വരെ മൂടി വെച്ചതെല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കപ്പെടും. യാതൊരു മറഞ്ഞ കാര്യവും നിങ്ങളിൽ നിന്ന് മാഞ്ഞു പോകുന്നതേ അല്ല എന്ന്, ഒന്നും ബാക്കിയാവില്ല. അണുമണിത്തൂക്കം നന്മയാകട്ടെ അതും കാണും, അണുമണിത്തൂക്കം തിന്മയാകട്ടെ അതും കാണും. ലാ
تزول قدم عبد يوم القيامة حتى يسأل عن عمره فيما أفنى. ആദമിന്റെ സന്തതികൾ പരലോകത്ത് വരുമ്പോ അവന്റെ ഒരു കാൽപാദം മുന്നോട്ട് വെക്കണമെങ്കിൽ അവനോട് 2-3-4 കാര്യങ്ങൾ ചോദിച്ചാൽ അതിന് ഉത്തരം പറയാതെ പോകാൻ കഴിയില്ല. അതിലൊന്ന് പറഞ്ഞത് നിന്റെ ആയുസ് നീ എന്തിന് ചെലവഴിച്ചു, നിനക്ക് കിട്ടിയ അറിവ് കൊണ്ട് നീ എന്ത് ചെയ്തു, നീ എങ്ങനെയാണ് സ്വത്ത് സമ്പാദിച്ചത്, എങ്ങനെയാണ് ചെലവഴിച്ചത്, നിന്റെ ശരീരം നീ എന്തിനു വേണ്ടിയാണ് പാഴാക്കി കളഞ്ഞത്. ഈ വക ചോദ്യങ്ങൾ ഫേസ് ചെയ്യാതെ ഒരാൾക്ക് പോലും ഒരു കാൽപാദം മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്. ദുനിയാവിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താ? ഈ ദുനിയാവെന്ന് പറയുന്നത് ലഘുവും ലഹുവുമല്ലാതെ മറ്റൊന്നുമല്ല, കളിയും വിനോദവുമല്ലാതെ മറ്റൊന്നുമല്ല. ആ പരലോകമാകുന്ന ഭവനമാകട്ടെ അതാകുന്നു യഥാർത്ഥത്തിലുള്ള ജീവിതം. നിങ്ങൾ അറിയുന്നുവെങ്കിൽ, അറിയാത്തവർക്ക് മനസ്സിലാവില്ല. നിങ്ങൾ വിഷയങ്ങൾ പഠിച്ച് മനസ്സിലാക്കുന്നുവെങ്കിൽ ഈ ദുനിയാവെന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്, അത് കളിയും വിനോദവുമാണ്, സോപ്പ് കുമിളകളെ പോലെ പൊട്ടിപ്പോകുന്നതാണ്. എന്നാൽ അതിന്റെ അടിയിൽ ഊറി നിൽക്കുന്നത് പരലോകമാണ്. അതാണ് എന്നും നിങ്ങൾക്കുണ്ടാവുക, അതാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം. അതുകൊണ്ട് പരലോകത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ നാം പ്രാധാന്യം നൽകിയാൽ 2 ലോകത്തെ പ്രശ്നത്തിനും പരിഹാരമാകും. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മളെ 2 ജീവിതമാണ്. അതിൽ പരലോകത്തെ വിഷയം നമ്മളാണ് പരിഹരിക്കാനാണ് തീരുമാനിച്ച് അതിനു വേണ്ടിയാണ് ഇറങ്ങി തിരിച്ചാൽ അതിന്റെ കൂടെ ദുനിയാവൻ പരിഹരിച്ചു പോകുന്നതാണ്. എന്നാൽ നേരെ തിരിച്ചാണെങ്കിലോ, ദുനിയാവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ പരലോകത്തെയാണ് നമ്മൾ മാറ്റിവെക്കുന്നത് എങ്കിൽ 2 ലോകത്തെ പ്രശ്നം പരിഹരിക്കൂല, 2 ലോകത്തെ പ്രശ്നം പരിഹരിക്കൂല. പക്ഷെ നമ്മൾ പലരും ഭയങ്കര ബുദ്ധിയുണ്ട് എന്നും വിവേകമുണ്ട് എന്നൊക്കെ പറയുന്ന മനുഷ്യന്മാർ ഈ കാര്യത്തിൽ വഞ്ചനയിൽപ്പെട്ടിരിക്കുകയാണ്. അതായത് എന്താ ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ ഊണും ഉറക്കും നിസ്കാരം ഒഴിവാക്കി കണ്ടാണ് എന്റെ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചത്. എന്താ സത്യമാണ് പറയുന്നത്. വിദേശത്ത് പോയി അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ചെന്ന് ഒരു മനുഷ്യന്റെ ഉറക്കിന്റെ സമയം പോലും കവർന്നെടുത്ത് 14 മണിക്കൂർ 15 മണിക്കൂർ 16 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത്ര പണ്ട് ആ പണിന്റെ അവസ്ഥ അങ്ങനെ പറയും. എനിക്ക് നിസ്കരിക്കാനോട് നേരം കിട്ടില്ല, പള്ളി പോകാനും നേരം കിട്ടില്ല, ഞാൻ ജുമയൊക്കെ മര്യാദ സമയത്ത് പോയിട്ട് എത്ര ദിവസമായി. എന്തിന്? ഈ നമ്മളെ ഈ ദുനിയാവിലെ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടിയാണ്. എന്നാൽ അള്ള പറയുന്നത് എന്താ പറയുക, അങ്ങനെ ദീനീ കാര്യങ്ങൾ ഇങ്ങനെ കോംപ്രമൈസ് ചെയ്ത് ദുനിയാവിന്റെ പ്രശ്നം പരിഹരിക്കാൻ പോയാൽ ദുനിയാവും പരിഹരിക്കൂല, ആഹ്റവും പരിഹരിക്കൂല. എന്ന ആഹ്റത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന്റെ കൂടെ എന്ത് പരിഹരിക്കപ്പെടും? ദുനിയാവിലെ കാര്യം പരിഹരിക്കപ്പെടും. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, മൻ കാനത്തിൽ ആഖിറതു ഹമ്മഹു ജഅലല്ലാഹു ഇലാഹു, മൻ കാനത്തിൽ ആഖിറതു ഹമ്മഹു, പ്രധാന ചിന്താ വിഷയം നിങ്ങളിൽ ആരെങ്കിലും പരലോകത്തിന് കൊടുക്കുകയാണ് എങ്കിൽ, പരലോകം നിങ്ങളുടെ പ്രധാന വിഷയമായി മാറുകയാണ് എങ്കിൽ, ജഅലല്ലാഹു ഇലാഹു ഫീ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ അല്ലാഹു വല്ലാത്തൊരു ഐശ്വര്യം നിറക്കും. മാത്രമല്ല എല്ലാ കാര്യങ്ങളും അവൻ ഒരുമിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അവന്റെ എല്ലാ പ്രശ്നവും എന്ത് ചെയ്യും? അവന് പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ അവന്റെ ഉള്ളം കയ്യിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അവിടെയാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ദുനിയാവ് അവന്റെ പിന്നാലെ അടങ്ങി ഒതുങ്ങി അവന്റെ അനുസരണയുള്ള ആട്ടിൻകുട്ടിയെ പോലെ ദുനിയാവ് അവന്റെ അടുത്ത് വരികയും ചെയ്യും. എപ്പോ ആഖിറത്തിന് പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും അല്ലാഹു നിങ്ങൾക്ക് ഒരുമിപ്പിച്ചത് കൈകാര്യം ചെയ്യാൻ എളുപ്പമാക്കി തരും. മാത്രവുമല്ല, നിങ്ങൾ ദുനിയാവാകട്ടെ അതിന്റെ പിന്നാലെ അടങ്ങി ഒതുങ്ങി നിങ്ങൾക്ക് പരിവപ്പെടുന്ന രീതിയിൽ ദുനിയാവിലെ വിഷയങ്ങൾ നിങ്ങളോടൊപ്പം വന്നു തരികയും ചെയ്യും. എന്നാൽ ഒരാൾ ദുനിയാവിനെയാണ് ഹമ്മഹു മനസ്സിൽ വലുതായി കാണുന്നത് എങ്കിൽ,
എനിക്ക് വേറൊന്നിനും നേരമില്ല. മതപരമായ ഒരു കാര്യം പറഞ്ഞാൽ അത് ജമാഅത്ത് നിസ്കാരത്തിന്റെ കാര്യമാകട്ടെ, അതുപോലെ ദാനധർമ്മങ്ങളുടെ വിഷയമാകട്ടെ, അതല്ലെങ്കിൽ ദീനി പ്രബോധനത്തിന്റെ കാര്യങ്ങളാകട്ടെ, ഇതൊക്കെ പറഞ്ഞേ എനിക്ക് നേരമില്ലാണ്. ചില ആൾക്കാർ പറഞ്ഞു കേട്ടതൊന്നും നമ്മളെല്ലാ ജോലി അവസാനിപ്പിച്ചിട്ട് അയാളുടെ ജോലി നമ്മൾ ചെയ്തു കൊടുക്കുക. അത്രയ്ക്ക് തിരക്കാണെന്ന് പറഞ്ഞ് ഓടുന്ന മനുഷ്യന്മാരാ. അങ്ങനെ ദുനിയാവിന്റെ പിന്നാലെ നിങ്ങൾ പോവുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾ കാക്കും. എങ്ങനെ എപ്പോഴും നിങ്ങൾ രണ്ട് കണ്ണിനിടയിൽ ദാരിദ്ര്യം തന്നെയായിരിക്കും. ഒരു പ്രശ്നത്തിൽ രക്ഷപ്പെടുമ്പോൾ വേറൊരു പ്രശ്നത്തിൽ പോയി കുടുങ്ങും. അതിൽ നിന്നിട്ട് കയറുന്നതിൽ വേറൊന്നുകൾ പോയി പെടും. അങ്ങനെ ബാങ്കിൽ നിന്ന് പോരാൻ കഴിയാത്ത, അതുപോലെ കടത്തിൽ നിന്ന് ഊരാൻ കഴിയാത്ത വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ എപ്പോഴും ദാരിദ്ര്യമായിരിക്കും ഉണ്ടാവുക. പക്ഷേ 24 മണിക്കൂർ ഓർമ്മയുണ്ടാവും ദുനിയാവിന് വേണ്ടി. മാത്രവുമല്ല അവന്റെ കാര്യങ്ങളെ അവൻ ഭിന്നിപ്പിക്കും. അതായത് നേരത്തെ പറഞ്ഞത് എന്താ, അവന്റെ പ്രശ്നങ്ങളൊക്കെ ഒരു ഉള്ളം കയ്യിൽ കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ ഒതുങ്ങി നിൽക്കുമെങ്കിൽ ദുനിയാവിലേക്ക് നമ്മളെ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ വേറൊന്നും അവിടെ വരും. അങ്ങനെ നമ്മളെ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യും? അവന്റെ കാര്യങ്ങളെ അള്ളാഹു സ്കാറ്റേർഡ് ആക്കി മാറ്റും. എങ്ങനെ തലകുത്തി മറിഞ്ഞാലും അവൻ എന്താണോ ഈ ദുനിയാവിൽ വിധിച്ചത് അത് മാത്രമേ ഇവിടുന്ന് കിട്ടുകയും ചെയ്യുള്ളൂ. അള്ളാഹ് വിധിച്ചൊരു സംഗതി ഉണ്ടാവും, ആയിഷത്ത് ഒരു സംഗതി ഉണ്ടാവും. എത്ര ഓവർ ടൈം പണിയെടുത്തിട്ടും കാര്യമില്ല, അത് അവസാനം അതേ കിട്ടും. അത് അള്ളാഹ് വിധിച്ചതേ കിട്ടും. അതിന്റെ അപ്പുറത്തേക്കൊന്നും കിട്ടാനും പോകുന്നില്ല. എത്ര ഭംഗിയായിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു നോക്കിയത്. അതുകൊണ്ട് ദുനിയാവിലേക്ക് മാത്രം നമ്മൾ ചുരുങ്ങിയാൽ നമ്മൾ അറിയാതെ മതം നമ്മിൽ നിന്ന് അപ്രത്യക്ഷമാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവസാനം നമ്മൾ നാശത്തിൽ ആപതിക്കുകയും ചെയ്യും. മറ്റൊരു ഹദീസ് നോക്കൂ നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ജഅലൽ ഹുമൂമ ഹമ്മൻ വാഹിദൻ ഹമ്മൽ മആദി കഫാഹുല്ലാഹു ഹമ്മ ദുനിയാഹു. ആരെങ്കിലും അവന്റെ ആകുലതകളെ ഒന്നാക്കിയാൽ, എന്താ ഒന്നാക്കുക എന്ന് പറഞ്ഞാൽ, അതായത് പരലോകത്തിന്റെ വിഷയത്തിലേക്ക് അത് കൊണ്ടുവന്നാൽ ദുനിയാവിന്റെ പ്രശ്നങ്ങളിൽ അവന് അള്ളാഹു തന്നെ മതിയായവനാകും. അതായത് അതായത് അവന്റെ ആകുലതകളും വ്യാകുലതകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവൻ ഒന്നിലേക്ക് ചുരുക്കിയാൽ, അഥവാ പരലോകത്തിന്റെ വിഷയത്തിലേക്ക് ചുരുക്കിക്കൊണ്ടുവന്നാൽ, അതിന് പ്രാധാന്യം കൊടുത്താൽ ദുനിയാവിന്റെ പ്രശ്നങ്ങളിൽ അവൻ അള്ളാഹു തന്നെ മതിയായവനാകും. പിന്നെയോ വമൻ തശഅബത് ബിഹിൽ ഹമുമു ഫീ അഹ്വാലി ദുനിയാ ലം യുബാലില്ലാഹ് ഫീ അയ്യിൻ ഔദിയതിഹി ഹലക. ആരെങ്കിലും അവന്റെ ചിന്തകളെ ദുനിയാവിന്റെ കാര്യങ്ങളിൽ മാത്രമാക്കി ഒതുക്കി നിർത്തിയാൽ അവൻ ഏത് താഴ്വരയിൽ ചെന്ന് നശിക്കുമെന്നത് അള്ളാഹുവിന് ഒരു വിഷയമേ അല്ല. അള്ളാഹ് അവൻ കൈവിടും. അതായത് ഏതെങ്കിലും വല്ല ഈ ചരട് പൊട്ടിയ പട്ടം പോലെ, ചരട് പൊട്ടിയ പട്ടം ഏത് താഴ്വരയിൽ എവിടെ പോയി വീഴുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതേപോലെ അള്ളാഹുവിന്റെ കാര്യത്തിൽ നിന്ന് അത് ഒഴിവാവും. പിന്നെ എവിടെ പോയി ഏത് വാദിയിലാണ് അവൻ പോയി നശിക്കുന്നത് എന്ന് അള്ളാഹ് ഒരു വിഷയമല്ല. സുഹൃത്തുക്കളെ, നമ്മൾ എത്ര നമ്മളെ കാര്യം നമ്മൾ കൈകാര്യം ചെയ്താലും ഒരു കയ്യിൽ നിൽക്കൂല. അള്ളാഹിനെ ഏൽപ്പിച്ച എത്ര സംരക്ഷണം, എത്ര സുരക്ഷിതത്വം ഉണ്ടാവും എന്നറിയും. പടച്ചോ നമ്മളെ കാര്യത്തിന്റെ. അതാ റബ്ബ് എന്ന് പറഞ്ഞാൽ. റബ്ബ് പറഞ്ഞാലാ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള സമയത്ത് നമുക്ക് തന്ന് പോറ്റി വളർത്തുന്നവനാണ് റബ്ബ്. മറിയം ബീവിന്റെ ചരിത്രം നിങ്ങൾക്ക് അറിയില്ലേ? മറിയം ബീവിക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്. മറിയം ബീവി പ്രയാസപ്പെട്ടപ്പോൾ അള്ളാഹ് ഒന്ന് വഹി കൊടുക്കുകയാണ്. എന്താണ്? ആ ഈത്തപ്പനെ പിടിച്ച് കുലുക്കിക്കോ. പൂർണ്ണ ഗർഭിണിയായ മറിയം ബീവിനോട് ഈത്തപ്പനെ പിടിച്ച് കുലിക്കാൻ പറയാം. ഈത്തപ്പനെ കണ്ടവർക്ക് മനസ്സിലാവുമല്ലോ, ഒരാള് പിടിച്ച് കുലിക്കുക എത്രയും കുലിക്കുന്നത്. അത് പിടിക്കാൻ കഴിയുമേ? പക്ഷെ അത് പിടിച്ചു കുലിക്കാൻ പറഞ്ഞ അവർ പിടിച്ച് കുലിക്കിയപ്പോ എന്ത് ചെയ്തു? അവിടുന്ന് ഈത്തപ്പഴം താഴെ വീണു. എന്താ സംഭവം? ഈത്തപ്പഴം താഴെ വീണത് ആ കുലിക്കലിന്റെ ശക്തി കൊണ്ടല്ല, അത് അള്ളാഹ് വീഴ്ത്തി കൊടുത്തതാണ്. പടച്ചോ വീഴ്ത്തി കൊടുത്തതാണ്. പക്ഷെ അത് വീഴ്ത്തി കൊടുക്കാൻ ഒരു പണി എന്ത് ചെയ്തു? മറിയം ബീവിനോട് എടുക്കാൻ പറഞ്ഞത് മാത്രം. പക്ഷെ നമ്മളത് ജോലിന്റെ സ്ഥാനം അത്രേ ഉള്ളൂ. നമുക്ക് ഈ ദുനിയാവിലെ ഓരോരുത്തർക്കൊരു ജോലിയില്ലേ? നമുക്കൊരു തോന്നലാണ്. ശൈത്താൻ എന്താണ് നമുക്ക് തോന്നിപ്പിക്കുകയാണ്, ഈ എന്റെ ജോലി കൊണ്ട് ജീവിച്ചു പോവുകയാണ്. അതുകൊണ്ട് ആ ജോലിക്ക് വേണ്ടി നിസ്കാരവും മറ്റുള്ള കാര്യവും ദീനി കാര്യങ്ങളും ദൈവത്വം പ്രബോധനം ഒക്കെ മാറ്റി വെച്ചാലും എനിക്കെന്തോ അതിനോണ്ടാണ് ഞാൻ ജീവിച്ചു. അല്ല, അത് നമ്മൾ പിടിച്ചു കുലിക്കാൻ നമ്മൾ പടച്ചോ പറഞ്ഞിട്ടേ ഉള്ളൂ. അതിൽ നിന്ന് നമുക്ക് റഹ്മത്തും ബർക്കത്തും മഹീസത്തും ഒക്കെ ഉണ്ടാക്കി തന്നത് പടച്ചോനാണ്.
അത് അള്ളയാണ് നമുക്ക് കച്ചവടത്തിൽ ബർക്കത്ത് തരുന്നത്, നമ്മുടെ ജോലിയിൽ നമുക്ക് ബർക്കത്ത് തരുന്നത്, ഇതൊക്കെ പടച്ചോനാണ്. ഇത് അള്ള തരണ്ടാൻ തീരുമാനിച്ചാൽ നമ്മൾ 10 മാസം വർഷം അധ്വാനിച്ച് വലിയ കോടികൾ ഉണ്ടാക്കിയിട്ട് ഒരു 4 മിനിറ്റ് മതി അതിന് ഒഴിച്ചു പോകാൻ. അള്ള വിചാരിച്ചാൽ അതുകൊണ്ട് നമ്മൾ അള്ളാനെ ഏൽപ്പിക്കുക, പടച്ചോനെ ഏൽപ്പിക്കുക, എന്നിട്ട് ബാക്കി ഭാരം ഏൽപ്പിക്കുക. അതിനർത്ഥം എന്തൊന്നും പണിയെടുക്കണ്ടെന്ന് അല്ല. പക്ഷി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയി തിരിച്ചു വരുമ്പോൾ അതിന്റെ വയറ് നിറയുന്നത് പോലെയാണ് നിങ്ങളെ വയറ് നിറയാന്ന്. എന്ത്, നമ്മൾ രാവിലെ എണീറ്റ് പോണം, മഹേശത്തിന് പോണം, അപ്പൊ പടച്ചോന് വഴി ഉണ്ടാക്കി തരും. പക്ഷെ പ്രാധാന്യം ഏതിനാ കൊടുക്കേണ്ടത്? ദുനിയാവിനല്ല, ദീനിനായിരിക്കണം, ആഖിറത്തിനായിരിക്കണം. ആഖിറത്തിന്റെ കാര്യം കോംപ്രമൈസ് ചെയ്ത് ഒരിക്കലും ദുനിയാവിൽ നമ്മൾ പോകരുത്. അള്ളാഹു അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖികളിൽ മുഅ്മിനുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനനായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് ഇടക്കിടക്ക് ശക്തമായ കാറ്റടിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ മരങ്ങൾ വീണുകൊണ്ടിരിക്കുന്നുണ്ട്, ഇലക്ട്രിക് ലൈനുകൾ താഴെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ കുറേയധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തത് നമ്മൾ വാർത്തകളിലൂടെ വായിച്ചവരാണ്. നമ്മൾ ഒരു വഴിക്ക് യാത്ര പോകുന്ന സമയത്ത് ഒരു ഇലക്ട്രിക് ലൈൻ അതേ ഈ സമയത്ത് ചാടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിൽ ഷോക്ക് ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് വണ്ടി തിരിച്ചു പോരും, ഒരിക്കലും പോവില്ല. അങ്ങനെ പോരുന്ന സമയത്ത് വേറെ കുറെ വാഹനങ്ങൾ അതേ റൂട്ടിന് തന്നെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഒരു മനുഷ്യത്തുള്ള ആളാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മളൊന്ന് ലേറ്റ് ഇട്ട് കാണിക്കും, അല്ലേ? അല്ലെങ്കിൽ വണ്ടി നിർത്തിയിട്ട് എന്ത് പറയും, ഒന്ന് കൈ പുറത്തേക്ക് ഇട്ടിട്ട് പോകണ്ട, അവിടെ ലൈന് കൂട്ടിയിട്ടുണ്ടെന്ന് പറയും. അത് നമ്മൾ ആ വരുന്ന വണ്ടിയിലെ ആള് നമുക്ക് പരിചയമുണ്ടോ, ഏത് മതമാണ്, ഏത് ദേശമാണ്, ഏത് വിഭാഗമാണ്, ഒന്നും നമ്മൾ നോക്കൂലല്ലോ. അത് നമ്മളെ മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം. ഇതെല്ലാവരും ഇത് ചെയ്യാത്ത ഒരാളെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മളവിടുന്ന് രക്ഷപ്പെട്ട് ഇങ്ങനെ പോരുമ്പോ വേറെ കുറെ ആളുകൾ അയക്ക് ഇങ്ങനെ പോകുമ്പോ ആൾ പോയി കണ്ടോ മരിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ അയാളെ മനസ്സിന്റെ ക്രൂരത എത്ര നിങ്ങൾ ആലോചിച്ചു? സഹോദരങ്ങൾ, അങ്ങനത്തെ ഒരു ക്രൂരത ഉള്ളവരാണോ നമ്മൾ? അല്ല എന്നാണ് നമുക്കും എല്ലാവർക്കും ഉള്ള ഉത്തരം. പക്ഷെ ഞാൻ പറയും, നമ്മൾ അജ്ഞത കാരണം അങ്ങനെ ഒരു ക്രൂരത നമ്മളെ മനസ്സിലുണ്ട്. എന്താണെന്നറിയോ? ഇവിടെ ഒരു ലൈനുമ്മ ഷോക്ക് അടിച്ച് മരിച്ചാൽ അവിടെ നിന്ന് മരിക്കും. പക്ഷേ മരണമില്ലാത്തൊരു ലോകമുണ്ട്, അതാണ് പരലോകം എന്ന് പറയുന്നത്. അവിടെ ജീവിതമില്ല, മരണമില്ല. നരകത്തിലൊരു മനുഷ്യനെ ഇട്ട് കഴിഞ്ഞാൽ അവന്റെ തൊലി ഇങ്ങനെ കത്തും. ആ മനുഷ്യനെ വലുതാക്കുക ചെയ്യുന്നു. ഈ വലുപ്പത്തിലല്ല നരകത്തിൽ മനുഷ്യന്മാരെ കിടക്കുക. അത് വലിയ 2 മലകൾ കണക്കെ വലുപ്പത്തിൽ മനുഷ്യന്മാരെ ആക്കി തീർക്കും. എന്നിട്ടാണ് മനുഷ്യന്മാരെ നരകത്ത് കൊണ്ടുപോയത്. എന്നിട്ട് ഒരു പാറ കത്തുന്നത് പോലെ കത്തും മനുഷ്യന്മാര്. അവന്റെ തൊലി ഇങ്ങനെ കത്തി തീരുമ്പോഴേക്കും അടുത്ത തൊലി ഇങ്ങനെ കൊടുക്കും. ഇത് യുഗങ്ങളോളം സംഭവിക്കാൻ പോണ കാര്യം. എന്താ അങ്ങനെ നരകത്ത് പോകാൻ കാരണം? ഒന്നാമത്തെ പ്രശ്നം എന്താ അറിയോ? പടച്ചോനെ മാത്രം പ്രാർത്ഥിക്കേണ്ടോടത്ത് പടപ്പുകളോട് പ്രാർത്ഥിച്ചു ശിർക്ക് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഹറാമുകൾ ചെയ്തു എന്നുള്ളതാണ്. മദ്യവും മദിരാശിയും അതുപോലെ തന്നെ എന്തൊക്കെയാണോ ഹറാമുകൾ, വ്യഭിചാരവും, എന്തൊക്കെ തെറ്റുകളുണ്ടോ, പലിശയും, ഇതൊക്കെ ചെയ്ത ആളുകൾക്ക് ഓരോരുത്തർക്കുള്ള ശിക്ഷ ശരിക്കും വിശദീകരിക്കുന്നുണ്ട് ഹദീസുകൾ. അതിന്റെ പേരിലാണ് അവരവിടെ പോകുന്നത്. ഞാനത് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഇന്നൊക്കെ അൽഹംദുലില്ലാഹ് ശ്രദ്ധിക്കുന്നുണ്ടാവും. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, ജുമഅക്ക് വരുന്നുണ്ട്, ഈ ശിർക്കിന്ന് നമ്മൾ മാറി നിൽക്കുന്നുണ്ട്, ബിദ്അത്തിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഹറാമുകളിൽ നിന്ന് കഴിയുന്നിടത്തോളം നമ്മൾ മാറി നിൽക്കുന്നുണ്ട്. ഏതുപോലെ അവിടെ ഇലക്ട്രിക് ലൈന് വീണപ്പോ നമ്മൾ തിരിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞില്ലേ, അതേപോലെ നമ്മൾ തിരിഞ്ഞെന്ത് ചെയ്യുന്നുണ്ട്, എല്ലാത്തും നമ്മൾ തിരിഞ്ഞു പോരുന്നുണ്ട്. പക്ഷെ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ശിർക്കിലേക്ക്, ആ ബിദ്അത്തിലേക്ക്, ആ മദ്യപാനത്തിലേക്ക്, ആ തോന്നിയാസത്തിലേക്ക്, ആ ലിബറൽ സംസ്കാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ അവരോടൊന്ന് വണ്ടി നിർത്തിയിട്ട് നിങ്ങൾ പോകണ്ടോ, ഇത് ശരിയല്ല കേട്ടോ, ഈ വിശ്വാസം ശരിയല്ല, നിങ്ങൾ മടങ്ങണട്ടോ എന്ന് പറയാൻ നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, തോന്നുന്നില്ല എന്ന് മാത്രമല്ലേ, എനിക്ക് നേരല്ല. ഞാൻ കച്ചവടക്കാരനാണ്. ഞാൻ രാവിലെ 7 മണിക്ക് പോയാൽ രാത്രി 11 മണിക്കേ വരുന്നുള്ളൂ. ഞാൻ അധ്യാപകനാണ്, ഞാൻ ഓഫീസറാണ്. എന്റെ ദുനിയാവിന്റെ കാര്യം കേട്ടിരിക്കോ, ഇന്നും നേരല്ല എനിക്ക്. ഇത് നമ്മൾ വായ കൊണ്ട് പറയുന്നില്ലെങ്കിലും നമ്മുടെ ശരീരഭാഷയല്ലേ എത്ര ആളുകൾക്ക് പറയാൻ കഴിയുന്നുണ്ട്. ഇസ്ലാമിക പ്രബോധനം എന്ന് കേട്ടാൽ തന്നെ ആൾക്കാർക്ക് അത് മൂല്യമായ പരിപാടിയാണല്ലോ ഓർമ്മ. അതെന്തോ നിങ്ങൾ പ്രസംഗിക്കുന്ന കുറച്ച് ആൾക്കാരെ പരിപാടിയാണ്. അല്ല, അങ്ങനെയല്ലല്ലോ ഖുർആൻ പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ നോക്കൂ നിങ്ങൾ, ഈ ആയത്തിന് എന്താ ഉത്തരം പറയാം? കുൻതും ഖൈറ ഉമ്മ
ഉഖ്രിജത ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. മനുഷ്യവംശത്തിന് വേണ്ടി രംഗത്ത് കൊണ്ടുവരപ്പെട്ട ഉത്തമ സമുദായമാകുന്നു നിങ്ങൾ. എന്തേ നിങ്ങൾ ഉത്തമരാകാൻ കാരണം? തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുന്നവരാണവർ. വതൻഹൗന അനിൽ മുൻകർ, തിന്മ വിരോധിക്കുന്നവരാണവർ. വതുഅ്മിനൂന ബില്ലാഹ്, അവർ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരുമാണ്. വൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്ന് ഒരു കൂട്ടമാളുകൾ ഉണ്ടാകണം. എന്തിനു വേണ്ടി? യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കാൻ. വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, വീണ്ടും അത് തന്നെയാണ് ആവർത്തിച്ചത്. പിന്നെ പറഞ്ഞത് എന്താ? വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. 4 കാര്യങ്ങളില്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങൾ നഷ്ടത്തിലാകും. 1 വിശ്വാസം, 2 അമൽ സ്വാലിഹാത്ത്. അവിടെ നിർത്തി നമ്മളെല്ലാരും അല്ലേ? ഞാനും എന്റെ നിസ്കാരവും ഞാനും എന്റെ ഖുർആൻ ക്ലാസ്സും, അതിലപ്പുറം നിന്നോട് പറയണ്ട. ബാക്കി നിങ്ങൾ സ്കോഡ് വർക്ക് പോവുക, അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനം നടത്തുക, ദഅവത്ത് നടത്തുക, അതൊക്കെ നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ മതി. എനിക്കതിനൊന്നും നേരമില്ല. എന്തായാലും ബാക്കി വതവാസൗ ബിൽ ഹഖ്, ഈ ഹക്ക് തവാസോ എന്ന് പറഞ്ഞ പരസ്പരം ഉപദേശിക്കണം. അത് നമുക്ക് എങ്ങനെയാണോ കഴിയാതെ ചെയ്യണം സുഹൃത്തുക്കളെ. നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. അതുപോലെ ക്ഷമ, ഈ രംഗത്ത് നല്ല ക്ഷമ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയും. ഒരു സുപ്രഭാതത്തില് പ്രവർത്തന രംഗത്ത് വന്ന ആൾക്കൊന്നും നിലനിൽക്കാൻ കഴിയില്ല. ഒരുപാട് പ്രയാസവും ബുദ്ധിമുട്ടുണ്ടാവും. അത് തരണം ചെയ്ത് ക്ഷമയോടുകൂടി പോകാൻ കഴിയും. ക്ഷമയാണ് ജീവിതം എന്ന് പറയുന്നത്. ക്ഷമയാണ് സ്വർഗത്തിലേക്കുള്ള ഒരു വഴി എന്ന് പറയുന്നത്. ആ ക്ഷമയോടുകൂടി നമുക്ക് പോകാൻ കഴിയണം. ആരാണ് സാലിഹികൾ? യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചവർ. വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. എത്ര സുഹൃത്തുക്കൾ ഇത് പറയുന്നത്. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തവർ. വയുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകളിൽ ധൃതി കാണിക്കുന്ന ആളുകൾ. വഉലൈക മിനസ് സ്വാലിഹീൻ, അവരാകുന്നു സ്വാലിഹീങ്ങൾ. നമുക്ക് സ്വാലിഹീങ്ങളാകണോ മുഅ്മിനീങ്ങളാകണോ? നമ്മളെ നിസ്കാരവും നോമ്പും മാത്രം പോരാ. കാരണം പ്രവാചകന്മാർ ഇനി വരാനില്ല. ആ പ്രവാചകന്മാര് പഠിപ്പിച്ച കാര്യം ഇനി വേറെ ഉള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ഇടപെടണം. നമ്മുടെ ദീനീ സുരക്ഷക്ക് അള്ളാഹു വെച്ച ഒരു മാർഗമാണ് ഈ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന് പറയുന്നത്. അത് ആളുകൾ ചെയ്യാതിരിക്കാനുള്ള കാരണം തന്നെ അതാണ്. എന്താ കാരണം എന്നറിയാം? ഞാനൊരു നന്മ ഒരാളോട് പറഞ്ഞാൽ ഞാനത് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ പറയണം, ഒരു വീട്ടിൽ പോയിട്ട് നിങ്ങൾ സുബഹിസ്കരിക്കാൻ വരണം എന്ന് പറഞ്ഞു നോക്കി. പിന്നെ പിറ്റേ ദിവസം നമ്മളെ സുബഹിക്ക് കണ്ടിട്ടില്ലെങ്കിൽ അയാൾ ചോദിക്കും, ഇയല്ലേ ഇപ്പൊ ഇന്നലെ എന്നോട് വീട്ടിൽ വന്ന് സുബഹിസ്കരിക്കണം എന്ന് എന്നെ കണ്ടില്ലല്ലോ ഇപ്പൊ അവിടെ ചോദിക്കും. അതുപോലെ ഇസ്ലാമിക വേഷങ്ങൾ ധരിക്കണം എന്നൊരു സഹോദരനോട് ഒരു സഹോദരി പറഞ്ഞു നോക്കട്ടെ. ആ പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവരെ മകളെ ചൂണ്ടിയിട്ട് പറയും, നിങ്ങളല്ലേ ഇപ്പൊ എന്റെ വീട്ടിൽ വന്ന് ഇസ്ലാമിക വേഷം ധരിക്കണം എന്ന്, നിങ്ങളെ മോളല്ലേ ഇപ്പൊ ഇത് എന്താ അങ്ങനെ? അപ്പൊ എന്താ പറയുക, ഇത് ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ അത് ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇതിന് ഒളിച്ചോടുന്നത്. ഞാനത് പച്ചക്ക് പറയുന്നത് മനസ്സിലാകാൻ വേണ്ടി പറയാം. ഇത് ശരിക്കും നമ്മുടെ ദീനീ സംരക്ഷണം നടക്കണമെങ്കിൽ നമ്മൾ നന്മ കൽപ്പിക്കും തിന്മ വിരോധിക്കുകയും ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അതിൽ നിന്ന് മാറിയാൽ പടിപടിയായി ദീന് നമ്മളിൽ നിന്ന് പോകും. നോക്കി നിങ്ങള് ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിക്കപ്പെട്ടു, ഫീ യൗമിൻ വാഹിദിൻ തറക്കത്ത് ബനു ഇസ്രായീൽ ദീനഹും, ഈ ബനു ഇസ്രായേൽ ജനത അവരെ ദീനിന്ന് ഒരൊറ്റ ദിവസം കൊണ്ടാണ് പോവുകയാണോ ചെയ്തത് ചോദിക്കപ്പെട്ടു. അവിടുന്ന് പറഞ്ഞു, ലാ, ഒറ്റ ദിവസം കൊണ്ടല്ല അവർക്ക് ദീന് പോയത്. പിന്നെ എങ്ങനെ? വലാകിന്നഹും കാനൂ ഇദാ ഉമിറൂ ബിശൈഇൻ തറകൂഹു, അവരോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചാൽ അവര് അതെന്ത് ചെയ്യും? ഉപേക്ഷിക്കും, അവർ ചെയ്യൂല. എന്നാൽ അവരോട് ഒരു കാര്യം ചെയ്യണ്ട എന്ന് പറഞ്ഞാലോ അതും ചെയ്യും. ചെയ്യണ്ട പറഞ്ഞാൽ ചെയ്യും, ചെയ്യരുത് എന്ന് പറഞ്ഞ് ജോബും ചെയ്യും. ഏതുപോലെ അങ്ങനെ അവരുടെ ദീനിൽ നിന്ന് അവർ ഊരിപ്പോയി. ഏതുപോലെ ഒരാൾ കുപ്പായം ഊരുന്നത് പോലെയാണ് അവർ മതത്തിൽ നിന്ന് ഊരിപ്പോയത്. കുപ്പായം ഒരൊറ്റടിക്കണം വലിച്ചു കീറുകയല്ല ചെയ്യാം. ആദ്യം ഷർട്ടിന്റെ ബട്ടൺ ഇങ്ങനെ അയക്കും, പിന്നെ ഈ കൈ അയക്കും, പിന്നെ ഈ കൈ അയക്കും, അല്ലെ, പിന്നെ എടുത്തുകൊണ്ട് അത് വെക്കൽ. ഇതേപോലെ ദീനിന്ന് ബനു ഇസ്രായേൽ ജനത പോയത് അങ്ങനെയാണ്. പിന്നെ എന്ത് അവർക്ക് ശാപം കിട്ടാൻ കാരണം? കാനു, അവരായിരുന്നു മുൻകരിയും ഫാലു, അവർക്കിടയിൽ കുറെ തെറ്റുകൾ കാണും, അതൊന്നും അവർ വിരോധിച്ചില്ല. ഞാൻ എന്തിനാ എന്റെ ദീൻ നോക്കി ഇറങ്ങാൻ പറയാം, ഞാൻ നിസ്കരിച്ചാൽ പറയാം, ഞാൻ നോമ്പ് പറ്റാൻ പറയാം, ഞാൻ എന്തിനാ അതിനെ പറ്റി പറയുന്നത്? കാനു, അവരായിരുന്നു മുൻകരിയും ഫാലു, അവർക്കിടയിലുള്ള ദുർമാർഗങ്ങളെ പറ്റി അവർ പരസ്പരം വിരോധിച്ചില്ല. അവർ ചെയ്യുന്നത് എത്ര മോശപ്പെട്ട കാര്യമാണ് എന്നാണ്.
അതുകൊണ്ട് സുഹൃത്തുക്കളെ, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് നാട്ടിൽ നിന്ന് എടുത്തു പോയാൽ ആ നാട്ടിൽ ഷർറുണ്ടാകും, അവിടെ പിന്നെ ശിക്ഷ ഉണ്ടാകും. അതുകൊണ്ട് വലിയ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ നമ്മളെ കുട്ടികൾക്ക് അതിന് സംവിധാനമുണ്ട്, സ്ത്രീകൾക്ക് സംവിധാനമുണ്ട്, മുതിർന്നവർക്ക് സംവിധാനമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതിലൊക്കെ നമ്മളും നമ്മളെ മക്കളൊക്കെ ഉണ്ട് ഉറപ്പുവരുത്താം. എന്നാൽ നമുക്ക് ഇവിടെ ദീനിയായി ജീവിക്കാൻ പറ്റും. മരിച്ചു പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ കുറച്ച് മനുഷ്യന്മാരുണ്ടാവും, അല്ലെങ്കിൽ അത് ആരും ഉണ്ടാവില്ല, ആരെ മനസ്സിലും നമ്മളുണ്ടാവില്ല. അതുകൊണ്ട് നല്ലോണം ആലോചിക്കുക. ഏത് സമയത്ത് അള്ളാഹു നമ്മൾ തിരിച്ചു കൊടുക്കുമെന്ന് പറയാൻ കഴിയില്ല. അതിനു മുമ്പ് അള്ളാഹുവിലേക്ക് യാത്രയാകാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുക, പരലോകത്തിന് പ്രാധാന്യം കൊടുക്കുക. അപ്പൊ ഇഹലോകം അള്ളാഹു ഏറ്റെടുത്തു. അള്ളാഹു അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുത്തക്കികളിൽ മുഅ്മിനീകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകൾ തിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുത്തക്കികളിൽ മുഅ്മിനീകളിൽ അള്ളാഹു ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين يا أرحم